ഇത് കാണുമ്പോഴേ നിങ്ങൾക്കറിയാമല്ലോ ഇതിൽ നിന്നൊരു ചക്ക വിഭവമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ബ്രീഡിൻ ചക്കയാണ്. അതുകൊണ്ടൊരു തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പോൾ സീസണായി വരുന്നതൊക്കെ അല്ലേ ഉള്ളൂ. ഇപ്പം നമുക്ക് കിട്ടിയപ്പോൾ ഒരു തോരൻ ഉണ്ടാക്കിയതുകൊണ്ട് ഇത് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കാം. നമുക്ക് ഈസി വേയിൽ നമുക്കിതൊരു തോരൻ ഉണ്ടാക്കി വെക്കാം. ഇതിൻ്റെ ആ മുള്ളു ഭാഗമൊക്കെ ഒന്ന് മുറിച്ച് വൃത്തിയാക്കി എടുക്കണം. അതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ കൊത്തി അരിയുന്നൊക്കെ ഒത്തിരി താമസമുള്ള കാര്യമല്ലേ. അപ്പോൾ നമുക്കിതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഒരു പരിപാടിയുണ്ട്, കാണിച്ചു തരാം. നിങ്ങളിങ്ങനെയൊക്കെയാണോ ചെയ്യാറുള്ളത് എന്ന് പറയണം, ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കാമല്ല. സീസൺ ആയിക്കഴിഞ്ഞാൽ ചക്കയോടൊന്നും ആർക്കും അത്ര പ്രിയമില്ലല്ലേ. ഇപ്പം തുടങ്ങുന്ന സമയമായതുകൊണ്ട് നല്ല ഒരിതാണ്, ടേസ്റ്റൊക്കെ തോന്നിക്കുക. ആദ്യം നിരക്കായി കഴിയുമ്പോഴാണ് അതിന് വിലയില്ല. നമുക്കിനി ഈ കഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് കഴുകിയെടുക്കാം. കറയൊക്കെ ഇല്ലേ, അത് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ എടുക്കാം. അതിന് ശേഷം നമുക്ക് ആ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇതൊന്ന് പൾസ് ചെയ്തെടുക്കുക. ഒരുപാട് അരയ്ക്കണ്ട. ഒന്ന് പൊടിച്ചെടുക്കുക. ഇതുപോലെ ഇട്ടിട്ടുണ്ട്. 2 നിമിഷ നേരം കൊണ്ട് നമുക്കിത് ഇനിയിപ്പം തോരനുണ്ടാക്കാം. ഇനി തോരൻ 1 കപ്പ് തേങ്ങ, എരിവിനാവശ്യമുള്ള പച്ചമുളക്, നല്ല എരിവുള്ളതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. ജീരകം ഒരു 1/2 ടീസ്പൂൺ പൊടിച്ച് വെച്ചിട്ടുണ്ടത്. ഇഞ്ചിയും ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. കടുക് വറുക്കാനായിട്ട് തുടങ്ങാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തു. നെയ്യ് പോലെ ഇരിക്കും, നല്ല തണുപ്പുകൊണ്ട് ഇങ്ങനെ ഉറഞ്ഞിരിക്കുക ഇവിടെ. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് ഉഴുന്നുപരിപ്പ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഞാൻ ഉഴുന്നുപരിപ്പ് കളറൊക്കെ ഒന്ന് മാറി വരുന്നതൊന്ന് ചൂടാക്കി എടുക്കാം. കടുക് 1/2 ടീസ്പൂൺ. കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. നല്ലതായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് മറ്റ് ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 2 കരിവേപ്പില ചേർത്തു. നന്നായിട്ടൊന്ന് തീ കുറച്ച് വെച്ച് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒന്ന് ചൂടാക്കിയെടുക്കാം നോക്കിയതുപോലെ. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് വേവ് ഉണ്ടല്ലോ ഇതിനെ.
നടുക്കോട്ടെല്ലാം കൂടെ അടച്ച് കൂട്ടി ഒന്ന് വെച്ച് തീരെ ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 2 മിനിറ്റോളം നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. വെള്ളം കുറഞ്ഞിട്ടുണ്ടോ വെന്തിട്ടില്ലെങ്കിൽ അല്പം വെള്ളം കൂടെ തളിച്ച് കൊടുത്ത് ഇതുപോലെ അടച്ച് വെച്ചാൽ മതിയാവും. അതിന് ശേഷം വേവായിട്ടുണ്ട്. ഇതിൻ്റെ അത് ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്നുകൂടെ അടച്ച് വെച്ച് തീ കുറച്ച് വെച്ച് ആവി വരുന്നവരെ ഒന്ന് വയ്ക്കുക. സൂപ്പർ ടേസ്റ്റല്ലേ നമ്മുടെ ചക്കത്തോരൻ അല്ലേ. അത്രയേ ഉള്ളൂ, നമ്മുടെ ചക്കത്തോരൻ റെഡിയായിട്ടുണ്ട്. ഇനി അങ്ങനെ ഒന്ന് തോരാനായിട്ടിങ്ങനെ നിരത്തിയിട്ട് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് സെർവ് ചെയ്യാം നമുക്കിത്. ഇന്ന് നമ്മുടെ ചക്കത്തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെയൊക്കെ തയ്യാറാക്കി നോക്കണം. പിന്നെ കമൻ്റൊക്കെ ഇടണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.